പിന്നെ സഖാവ് ഉമ്മർ ഫൈസിയാണ് മറ്റൊരാളുള്ളത്. സഖാവ് ഉമ്മർ ഫൈസി അവർ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ബോർഡ് നമുക്ക് പറ്റില്ല എന്ന നടക്കുവാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലോ എന്ന ധാരണയിലാണ് ഞാനിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ്. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. കൈയടിച്ചോളി. അപ്പൊ മൂവാറ്റുപുഴ ജില്ല എന്ന് പറയുമ്പോൾ എനിക്ക് കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുമെന്നല്ല, എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു കാരണവശാലും ഉണ്ടാവില്ല എന്ന് ഇതിനുശേഷം അദ്ദേഹം പറയുമെന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. മൂവാറ്റുപുഴ ജില്ല ഉണ്ടാവട്ടെ. ഒരു ജില്ല ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. എന്തോരം കാര്യങ്ങളൊക്കെ വേണ്ടിവരും ആ ഒരു ജില്ലക്ക്, അല്ലേ? എന്തായാലും അതൊക്കെ അവിടെ നടക്കും എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് ഇന്ന് നമ്മുടെ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. വഖഫ് ബോർഡ് ഒരു പുനർനിർമ്മാണ പ്രക്രിയയിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ വഖഫ് ബോർഡുകളും അങ്ങനെ ഒരു പുനർനിർമ്മാണം എന്ന് പറയുന്ന പരിപാടി എത്തിക്കൊണ്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് വഖഫ് ബോർഡൊക്കെ ഉണ്ടാക്കിക്കോളി, മുസ്ലിങ്ങളെ വഖഫ് ബോർഡല്ലേ, അതൊക്കെ ഉണ്ടാക്കിക്കോളും, പക്ഷേ ഹിന്ദുക്കളായിട്ടുള്ള 2 അതിൽ വേണം. അങ്ങനെ അതൊക്കെ ചെയ്യാൻ പാടുണ്ടോടാ എന്നൊക്കെ ഭയങ്കര ചർച്ച നടക്കുമ്പോൾ അതങ്ങോട്ട് പാസ്സാക്കപ്പെടുന്നു. നിയമം എല്ലാവരോടും അത് നടപ്പിലാക്കാൻ പറയുന്നു. പക്ഷേ നടപ്പിലാക്കാൻ പറഞ്ഞത് അന്ന് പിണറായി വിജയൻ സഖാവിനോടായിരുന്നു. അദ്ദേഹം പറഞ്ഞു നടക്കൂല, ഞങ്ങളത് ചെയ്യില്ല. എന്തായാലും അദ്ദേഹം അത് നടപ്പിലാക്കില്ല എന്ന് മനസ്സിലായത് കൂടിയിട്ട് അദ്ദേഹം ഒരു മൂലയ്ക്ക് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് നീങ്ങിപ്പോയപ്പോഴോ നമ്മുടെ കേരളത്തിൽ ഒരു പുതിയ സർക്കാർ വരുന്നു. ആ സർക്കാരിന്റെ പേരാണ് VD സതീശ മേനോൻ സർക്കാർ. അടിപൊളി. ആ സർക്കാരിന് വന്നു കഴിഞ്ഞു. അവരതാ കോടതിയിൽ പോയി പറയുന്നു, നിങ്ങൾ പറയുന്നത് എന്തും ഞങ്ങൾ അനുസരിച്ചെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് ബോർഡിലേക്ക് 2 ഹിന്ദുക്കളെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്ത് തരാമെന്ന്. ഇത് ഞാനല്ല പറയുന്നത് കേട്ടോ. കേക്കണ പൊന്നു കൂട്ടരെ കൊഞ്ചി പറഞ്ഞു 2 പേരെ വെക്കണം എന്നുള്ളത് പിണറായി സാർ പറഞ്ഞത് ഞാൻ എന്റെ കൈ കൊണ്ടത് വെക്കുന്നില്ല എന്നാ. എന്റെ കൈ കൊണ്ടത് ഞാൻ വെക്കുന്നില്ല, അതിന് ശക്തമായ നിലപാടുകൾ വരട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പിരിഞ്ഞു പോയത്. എന്നാൽ ഇന്ന് വന്ന സർക്കാർ എന്താ ചെയ്തതെന്ന് ചോദിച്ചാല് ഈ പറഞ്ഞത് ആരാന്നൊക്കെ അറിയാലോ. ഇദ്ദേഹത്തിന്റെ പേരാണ് ഫൈസി മുഖം. കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു വഖഫ് ബോർഡിലേക്ക് ഹിന്ദുക്കളെ നോമിനേറ്റ് ചെയ്യാൻ പിണറായി സഖാവ് തയ്യാറായിരുന്നില്ല, അത് ഞങ്ങൾ ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി, ഇവിടെ ഒരു പുതിയ സർക്കാർ വന്നു. ആ സർക്കാർ VD സതീശ മേനോൻ സർക്കാരാണ്. പിണറായി വിജയന്റെ നിലപാടൊന്നും ഈ സർക്കാരിനില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. എന്റെ സുഹൃത്തുക്കളെ, ഞാനിവിടെ ആലോചിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഈ സർക്കാരിനൊപ്പമുള്ള ഒരു ഘടകകക്ഷിയുടെ പേരാണ് മുസ്ലിം ലീഗ്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ ഒരു സംഘടന ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീവ്ര ഹിന്ദുക്കൾ, ശശികല അടക്കം പറഞ്ഞിരിക്കുന്നത്. മുസ്ലിങ്ങളെ പേരിൽ ഉണ്ടാക്കിയ ഒരു പാർട്ടി മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും അത് എന്നാണ് ഇവിടുത്തെ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളോട് ഇവർ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം കാണിക്കാത്തത്? ഈ പറയുന്ന വഖഫ് ബോർഡിലേക്ക് 2 ഹിന്ദുക്കളെ കയറ്റില്ല എന്ന് സമരം ചെയ്യേണ്ടവരല്ലേ ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ, അല്ലേ? സിംപിളി പറയാം, നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ഉണ്ടല്ലോ, അറിയില്ലേ? ആ ദേവസ്വത്തിന്റെ കമ്മിറ്റിയിലേക്ക് 2 മുസ്ലിങ്ങളെ കൂടി വെക്കണമെന്ന് പറഞ്ഞാലോ പറ്റുമോ? എൻ്റെ സുഹൃത്തുക്കളെ, നടക്കുമോ? 10 പേര് ഹിന്ദുക്കളാണെങ്കിൽ 5 പേര് മുസ്ലിങ്ങൾ വേണം, 5 പേര് ക്രിസ്ത്യൻസും ഗുരുവായൂർ ദേവസ്വത്തിൽ വേണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ലല്ലോ. എന്നാൽ അതുപോലെ തന്നെ ഇതും നടക്കാൻ പാടില്ല. ഇതാണ് പച്ച മലയാളത്തിൽ, വേറെ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവുള്ളേ, അതുകൊണ്ട് പറഞ്ഞാണ്. എന്തായാലും ഇദ്ദേഹം കൃത്യമായിട്ടും പറയുന്നു. ഇവിടെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ആര്? BJP വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്.
അത് പി സി ജോർജിന്റെ മകനാ, BJP-ക്കാരായ പ്രത്യേകം BJP-ന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഷോൺ ജോർജ്. അദ്ദേഹം പരാതി കൊടുത്തു. എന്താ കൊടുത്തത്? 2 അമുസ്ലിങ്ങളെ വെക്കാത്ത ഈ വഖഫ് ബോർഡ് പരിപൂർണമല്ല, അത് പിരിച്ചുവിട്ട് വേറെ വഖഫ് ബോർഡ് ഉണ്ടാക്കണം, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കണം എന്നാ കൊടുത്തത്. എന്നാൽ അതിനെതിരെ നമ്മൾ പറഞ്ഞെങ്കിലും അത് കൂട്ടാക്കാതെ വഖഫ് ബോർഡിന്റെ മേലെ ഒരു സെക്രട്ടറിയെ വെച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ്, ഒരു ഉത്തരവാണ് ഹൈക്കോടതി വിധിച്ചത്. നമ്മളെ പരമാധികാരം ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ മേലെ മറ്റൊരു സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം. അതായത് BJP-ക്കാരനായിട്ട് ഷോൺ ജോർജ് കേസ് കൊടുക്കുന്നു. അതിന് ഭാഗമായിട്ട് ഇത് പിരിച്ചുവിടുകയും അവിടേക്ക് ഒരു പുതിയ കമ്മിറ്റി നിർമ്മിക്കുകയും ചെയ്തു. ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റിന്റെ അഭിപ്രായം എന്ത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഷോൺ ജോർജ് പറഞ്ഞത്? അത് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം എന്നാണ് നമ്മുടെ VD സതീശ മേനോൻ സർക്കാർ കോടതിയിൽ അറിയിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ മൗനാനുവാദം കൂടി ഇതിനുണ്ട് എന്ന് വേണം രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. കേട്ടോ, തിരിച്ചുവിടുകയാണെങ്കിൽ 2 മുസ്ലിങ്ങളെ വേണമെങ്കിൽ 2 RSS-കാരെ തന്നെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത് പരിഹരിച്ചു കൊള്ളാമെന്ന ഒരു വിഷയമാണ് അവിടെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വകുപ്പാണ്, വകുപ്പടക്കമുള്ള അതിനെ കൈകാര്യം ചെയ്ത് 2 ഹിന്ദുക്കളെ വേണമെങ്കിൽ 2 RSS-കാര് തന്നെ അവിടെ നിയമിക്കാം. എവിടെ? ഈ പറയുന്ന വഖഫ് ബോർഡിൽ. എന്നിട്ട് ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാം എന്നാണ് VD സതീശ മേനോൻ സർക്കാർ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പോരെ മക്കളെ, കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് വ്യക്തമാണോ? ഇനി ഇത് മനസ്സിലായില്ല എന്നൊന്നും നിങ്ങൾ ആരും പറയരുത്. എന്താണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ ഊള വർത്തമാനമൊന്നും ദയവേത് പറയരുത്. ഇനി ഇതേ വേദിയിൽ സഖാവ് പിണറായി വിജയൻ കൂടി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടി വർത്തമാനം കേട്ടോ. രാജ്യത്തൊരു നിയമം വന്നിരിക്കുന്നു. ആ നിയമത്തിൽ അമുസ്ലിങ്ങൾ 2 പേർ വേണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ബോർഡല്ലേ വേണ്ടത് എന്നത് സ്വാഭാവികമായിട്ടൊരു പ്രശ്നമായി തീരും. പക്ഷെ എങ്ങനെയാണ് LDF ഗവൺമെന്റ് അതിനെ കണ്ടത്? ആ ഭാഗം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്, സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ LDF സർക്കാർ ആ ഭാഗം ഒഴിവാക്കി വെച്ചു. ആ 2 പേരെ ഉൾപ്പെടുത്താതെ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. നിലപാട് ഇതാണ് എന്റെ പൊന്നുമക്കളെ, നിലപാട്, ആർജവം, നട്ടല്, ധൈര്യം. നമ്മൾ കേരളീയർക്ക് കൊടുക്കുന്ന ആത്മധൈര്യം എന്നൊക്കെ പറയുന്ന ഇത്തരം വാക്കുകളാണോ ഇന്റെ മനുഷ്യരെ, ഇന്റെ പൊന്നു എന്താ പറയാ ലീഗുകാരെ, ഇന്റെ പൊന്നു എന്താ പറയാ UDF-കാരെ, കോൺഗ്രസ്സുകാരെ, ഇതൊക്കെയാണ് ആർജവം. ഇങ്ങനൊരു വാക്ക് മൊഴിയാൻ സാധിക്കുമോ? നുണയല്ലാതെ ഇങ്ങനൊരു വാക്ക് മൊഴിഞ്ഞു വീഴുമോ നേതാക്കളിൽ നിന്ന്, നിങ്ങളുടെ നേതാക്കളിൽ നിന്ന്? മൊഴിയട്ടെന്നേ, ഒഴുകട്ടെന്നേ, ഒന്ന് പറയുന്നേ. ഒരു നട്ടലോട് കൂടിയിട്ട് ഞങ്ങൾക്കത് സാധ്യമല്ല എന്ന് ഒന്ന് പറയാൻ സാധിക്കുന്നുമോ? ഇല്ല. പരിപൂർണമായിട്ടും RSS-ന് അടിമപ്പെടും. ഇനി വരുന്ന 5 വർഷത്തിനുള്ളിൽ ഈ ഗവൺമെന്റ് പരിപൂർണമായിട്ട് RSS-ന് അടിമപ്പെടും, ഷൂ നക്കികളായിട്ട് മാറുമെന്നാണ് തോന്നിപ്പോകുന്നത് ഇവിടുത്തെ നേതാക്കന്മാർ. പക്ഷെ അപ്പോഴും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരിക്കുമെന്നേ. നിങ്ങൾ എത്ര തള്ളിപ്പറഞ്ഞാലും, നിങ്ങൾ എത്ര 32-ലേക്കോ 2 സീറ്റിലേക്കോ തള്ളിപ്പറഞ്ഞാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിരിക്കും. അധികാരമല്ല, ജനങ്ങളുടെ ക്ഷേമമാണ് കമ്മ്യൂണിസം. ബൈ.